ഹായ്, വെൽക്കം ടു fscookeryvlogs. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മട്ടൺ പാർട്സ് വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ലിവറും അതിൻ്റെ വേറെ പാർട്സുകളും എല്ലാം ചേർത്തിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാമോളം ലിവർ എടുത്തിട്ടുണ്ട്. ഈ ലിവറിനും പാർട്സിനൊക്കെ നല്ല രീതിയിൽ വേവുള്ളതുകൊണ്ട് തന്നെ ഞാനിവിടെ കുക്കറിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിതെല്ലാം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കും. എൻ്റെ ഈ കുക്കറിൽ 6 വിസിൽ വരെ വേണ്ടി വരും ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അതൊക്കെ ഓരോരുത്തരെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും കേട്ടോ, ഇതിൻ്റെയൊക്കെ വിസിലിൻ്റെ കണക്ക്. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് 6 വിസിലിൽ വേവിച്ചെടുക്കുന്നത്. അപ്പം നന്നായിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ അത്രയും ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാവേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി മൂന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിതൊന്ന് ഈ എണ്ണ എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുക്കുകയാണേ ചട്ടിയുടെ. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടി ക്രഷ് ചെയ്തിട്ടില്ലേ അത് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അതിനുശേഷം ഞാനിതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഒരു സവാളയില്ലേ അത് ചേർത്ത് കൊടുക്കും. അതിട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കും. നന്നായിട്ട് വഴറ്റണം കേട്ടോ. ഇതിൻ്റെ നിറമൊക്കെ ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അങ്ങനെ വഴറ്റിയില്ലെങ്കിൽ നമുക്ക് അത്രയും ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഫീഡ്ബാക്കും എന്നെ അറിയിക്കണം. ഇപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ റോ സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലിവർ വേവിച്ച വെള്ളം തന്നെ മതിയാവും. ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ കറി നന്നായിട്ട് കുറുവുമ്പോൾ കറി റെഡി ആയിട്ടുണ്ടാവും. അപ്പോഴേക്കും നമുക്കിതിനെ സെർവ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക്സ് ഫോർ വാച്ചിങ്.